നമസ്കാരം, എല്ലാവർക്കും CAD ഓൺലൈൻ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലേഔട്ടിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പുതിയൊരു ലേഔട്ട് സെറ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള വ്യൂ പോർട്ട്സ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫൈനലി നമുക്ക് എങ്ങനെയാണ് പേപ്പർ സ്പേസിൽ ഈ ഒരു ഡ്രോയിങ് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഞാൻ ഇൻസേർട്ട് എടുക്കുന്നു. ഞാൻ കുറച്ച് സ്പീഡിൽ പറയുകയാണ്, മറ്റേ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലേഔട്ടിൽ വന്നു, ക്രിയേറ്റ് ലേഔട്ട് വിസാർ എടുത്തു, നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഒരു പേര് കൊടുത്തു, നെക്സ്റ്റ് പറഞ്ഞു. പ്രിൻ്റർ ഞാനിവിടെ നമുക്കിവിടെ PDF ആണെങ്കിൽ PDF കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ DWG ഇട്ടു, PDF കൊടുത്തു, നെക്സ്റ്റ് പറഞ്ഞു. ഇവിടെ നമുക്ക് ഏതാണ് അതിൻ്റെ ഒരു പേപ്പർ സൈസ് നമുക്ക് വേണ്ടത്. അപ്പോൾ എനിക്കിവിടെ ISO ആണ്, A4 ആണ്, അല്ലെങ്കിൽ A3 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു A3 ഇവിടെ ചൂസ് ചെയ്തു. ഓക്കെ, അഗൈൻ നെക്സ്റ്റ് പറഞ്ഞു. ഇവിടെ ഓറിയൻറ്റേഷൻ ലാൻഡ്സ്കേപ്പ് തന്നെ കൊടുത്തു, നെക്സ്റ്റ് ചെയ്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ടൈറ്റിൽ ബ്ലോക്ക് തൽക്കാലം എനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാനിവിടെ നൺ നെക്സ്റ്റ് പറഞ്ഞു. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ വ്യൂ പോർട്ട്സിൽ നമ്മളിവിടെ പ്രത്യേകിച്ച് വ്യൂ പോർട്ട്സ് ഒന്നും നമുക്ക് വേണ്ട, നൺ കൊടുക്കുകയാണ്, നെക്സ്റ്റ് പറയാം, ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഒരു ജസ്റ്റ് ഒരു ഷീറ്റ് മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ വർക്ക് ചെയ്യുന്നിടത്ത് നമ്മുടെ ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഫയൽ ഉണ്ടെങ്കിൽ ഇൻസേർട്ടിൽ പോയിട്ട് വേണമെങ്കിൽ ബ്ലോക്ക് വഴി റെഫറൻസ് ആയിട്ട് കൊണ്ടുവരാം. അതല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കോപ്പി പേസ്റ്റ് ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ഫയലായിട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ടെംപ്ലേറ്റ് നമുക്കിവിടെ ബ്രൗസ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിവേ ഞാൻ ആ ഒരു ലെവലിലേക്ക് പോകുന്നില്ല, അത് നിങ്ങൾ എന്തായാലും അതുപോലെ ചെയ്തോളൂ. ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എങ്ങനെയാണ് പുതിയൊരു വ്യൂ പോർട്ട്സും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ലേഔട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കണ്ടോ. നമുക്ക് ലേഔട്ട് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലേഔട്ടിൻ്റെ കുറേ ടൂൾസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പുതിയൊരു ലേഔട്ട് ഇവിടെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പല ടൈപ്പ് ലേഔട്ടുകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ റെക്റ്റാങ്കുലർ ലേഔട്ട് ഉണ്ട്, പോളിഗണൽ ലേഔട്ട് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ലേഔട്ട് അല്ല, വ്യൂ പോർട്ട്, റെക്റ്റാങ്കുലർ, അതുപോലെ തന്നെ പോളിഗണൽ, അതുപോലെ തന്നെ ഒബ്ജക്റ്റ്. ഇതല്ലാതെ നമുക്കിവിടെ ഇതിൽ തന്നെ കുറച്ച് ടൈപ്പ് ഉണ്ട്. ന്യൂവിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വ്യൂസ് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് വ്യൂ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വ്യൂ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യൂ ഇവിടെ വരും. നമ്മൾ ജസ്റ്റ് ഇൻസേർട്ട് വ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ നേരെ മോഡലിൽ പോകും. നമ്മളവിടെ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിക്ക് ചെയ്ത വ്യൂ നേരെ ഇതിൽ കൊണ്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. അതാണ് ഇവിടെ ഇൻസേർട്ട് വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഞങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. അപ്പോൾ സപ്പോസ് എനിക്ക് ഈ ഒരു ഏരിയ വേണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഞാൻ ജസ്റ്റ് ഇവിടെ പിക്ക് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ അത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് വ്യൂസ് നിങ്ങൾക്ക് ഇതുപോലെ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ഇത് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് അതിൽ ഇൻസേർട്ട് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഇവിടെ ഒരു റെക്റ്റാങ്കുലർ വ്യൂ പോർട്ടാണ്. അപ്പോൾ റെക്റ്റാങ്കിൾ എടുത്തു. ജസ്റ്റ് ആദ്യം ഞാനിവിടെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ഞാൻ ഇവിടെ വരച്ചു. അപ്പോൾ എനിക്ക് ഇത്രയാണ് ഏരിയ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് ഞാൻ ഇവിടെ വരച്ചു. ഓക്കെ, അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ വരച്ചിരിക്കുന്ന ഡ്രോയിങ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതോടൊപ്പം തന്നെ എനിക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ സ്കെയിലും കാര്യങ്ങളൊക്കെ എനിക്ക് സെറ്റ് ചെയ്യണം. അതാണ് മെയിനായിട്ട് ഇതിൽ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം, ഷീറ്റിൽ സെറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഈ വ്യൂ പോർട്ടിനെ ഞാൻ ആക്ടിവേറ്റ് ചെയ്തു. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിന് എത്ര സ്കെയിലിലേക്കാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് ഇവിടെ നമുക്കിവിടെ സ്കെയിലുണ്ട്. അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ സപ്പോസ് ഇതൊരു 1:20 വേണ്ടെങ്കിൽ 1:20, അതല്ല 1:50 ആണെങ്കിൽ 1:50. അപ്പോൾ നമുക്കിതിൻ്റെ സ്കെയിൽ എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മളിവിടെ സ്കെയിലൂടെ സെറ്റ് ചെയ്തു. ഓക്കെ, എനിക്ക് 1:50 ആണ് വേണ്ടത്, 1:50 കൊടുത്തു. ഇനി ഞാനിവിടെ ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇതിൻ്റെ സൈസ് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഇത്ര ഏരിയ നമുക്ക് ഇവിടെ കളയേണ്ട, നമുക്ക് വേറെ ഡ്രോയിങ്സ് ഇവിടെ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇനി ഇവിടെ പറ്റുന്നൊരു അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇതിനെ ഞാൻ എന്ത് ചെയ്തു, ആക്ടിവേറ്റ് ചെയ്തു. അറിയാതെ ഒന്ന് സ്ക്രോൾ ആയാൽ കണ്ടോ നമ്മുടെ സ്കെയിൽ പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു സ്കെയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ സപ്പോസ് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് സൂം ഔട്ട് ചെയ്തൊന്ന് കൊണ്ടുപോയിക്കുക, ഏകദേശം ഇതിൻ്റെ സെൻറ്ററിൽ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സ്കെയിൽ ഇപ്പോൾ എനിക്ക് 1:50 ആണെങ്കിൽ 1:50 ഞാൻ സെറ്റ് ചെയ്തു. ഇനി വേണ്ടത് ഇതിനൊന്ന് ഡീആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഈ വ്യൂ പോർട്ടിനെ നമ്മൾ ലോക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഈ വ്യൂ പോർട്ട് മാത്രം സെലക്ട് ചെയ്യുക, അല്ലാതെ ആക്റ്റീവ് ചെയ്യരുത്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ലോക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേ ലോക്ക്ഡ് ഉണ്ട്, എസ് കൊടുക്കാം. ഇതേ സെയിം ടൂൾ തന്നെയാണ് നമ്മളിത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും നമുക്ക് ഉണ്ട് ലോക്ക് ഉണ്ട്, ലോക്ക് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഈ വ്യൂ പോർട്ട് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം. അപ്പോൾ ഇനി ഞാനിത് ഈ വ്യൂ പോർട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടോ, ഇനി ഞാൻ സ്ക്രോൾ ചെയ്താൽ ഈ ഷീറ്റ് ടോട്ടലി ആണ് സ്ക്രോൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു അലൈൻമെൻ്റ് ഒന്നും പോകില്ല, നമ്മൾ കൊടുത്ത കറക്റ്റ് സ്കെയിൽ തന്നെ അവിടെ വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിനെ വേണമെങ്കിൽ എവിടേക്കാണ് മൂവ് ചെയ്ത് വയ്ക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഒരു എഡ്ജിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഒന്ന് അലൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെ അലൈൻ ചെയ്യാം. ഇനി എനിക്ക് വേണ്ടത് ഈ ഒരു ഏരിയ മാത്രമായിട്ട് എനിക്കൊന്ന് കുറച്ചും കൂടി എൻലാർജ് ചെയ്തുള്ളൊരു വ്യൂ ഇവിടെ വേണം. അപ്പോൾ അത് എനിക്കൊരു റെക്റ്റാങ്കുലർ വ്യൂ ആണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഇവിടെ റെക്റ്റാങ്കിൾ എടുത്തതിന് ശേഷം കുറച്ച് വലുതായിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വലിയൊരു റെക്റ്റാങ്കിൾ ഞാനിവിടെ വരച്ചു, റെക്റ്റാങ്കുലർ വ്യൂ പോർട്ട്. അപ്പോൾ ഓൾറെഡി ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു, ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് ഏത് ഏരിയയാണ് വേണ്ടത് അത് കറക്റ്റ് വ്യൂ പോർട്ടിൻ്റെ സെൻറ്ററിൽ കൊണ്ടെടുക്കുക. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതനുസരിച്ച് പ്രൊപ്പോർഷനായിട്ട് ഇവിടെ സൂം ചെയ്ത് വന്നോളും. ദാറ്റ് മീൻസ് സൂം അല്ല, സ്കെയിൽ ചെയ്ത് വന്നോളും. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ 1:50 ആണ് കൊടുത്തത്. അപ്പോൾ എനിക്കിതിനെ ഒരു 1:30 ആണെങ്കിൽ 1:30 നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല 1:20 നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്രയാണ് നമുക്കത് എത്ര സ്കെയിൽ വരെ കിട്ടും എന്നുള്ളത് നമുക്കിതിൽ നോക്കാം. ഇപ്പോൾ 1:20 ആണെങ്കിൽ നമുക്ക് ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് 1:20 ആണ് വേണ്ടെങ്കിൽ ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കുക നമ്മുടെ വ്യൂ ഇതിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആവോ എന്നുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു പഴയ 1:30 തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടോ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആണെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിൽ ഞാനിവിടെ ഒന്ന് പിക്ക് ചെയ്തു, ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്തു. ഇതിനെ ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഒരു ബോർഡർ ഞാൻ കുറച്ചും കൂടി ഈ ഒരു ഇതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തു. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റാം. അപ്പോൾ സ്കെയിൽ കറക്റ്റാണ്, സ്കെയിൽ കറക്റ്റാണെന്നുള്ള ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ 1:20 തന്നെ ഒന്നുകൂടി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനൊന്നും ലോക്ക് ചെയ്യാൻ മറക്കരുത്. ഒന്നുകിൽ ലോക്ക് എടുത്ത് ഇതിനെ സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഡിസ്പ്ലേ ലോക്ക്ഡ് യെസ് കൊടുക്കുക. ഓക്കെ, ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെയറിൻ്റെ ഡീറ്റെയിൽ ആണ് എനിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ചെയറിൻ്റെ ഡീറ്റെയിൽ എനിക്ക് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ കൊടുക്കണം. അപ്പോൾ സർക്കിളിൻ്റെ ഉള്ളിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട, ഇവിടെ നമുക്ക് വരുന്ന റെക്റ്റാങ്കുലർ ഉണ്ട്, പിന്നെ പോളിഗണൽ ഉണ്ട്. ഇതല്ലാതെ നമുക്കിവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ വരയ്ക്കാം. അപ്പോൾ നമ്മൾ മോഡലിൽ വരയ്ക്കുന്ന എന്ത് ഒബ്ജക്റ്റ് നമുക്ക് ഇവിടെയും വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർക്കിൾ എടുത്ത് അങ്ങ് വരച്ചു. അപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ എനിക്ക് എന്ത് ചെയ്യണം, ആ ചെയറിനെ കൊണ്ടുവരണം. ഇത് സർക്കിളാണ്, ഇത് വ്യൂ പോർട്ടല്ല. വ്യൂ പോർട്ടാണെങ്കിലാണ് നമുക്ക് ഇതിനുള്ളിൽ വ്യൂ വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വ്യൂ പോർട്ടായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് എന്നാണ് ഓപ്ഷൻ. അപ്പോൾ ഒബ്ജക്റ്റ് എടുത്തിട്ട് നമ്മളിതിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു വ്യൂ പോർട്ടായി. അപ്പോൾ ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് ആ ഒരു വ്യൂ പോർട്ട് സെറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ അതുപോലെയുള്ളൊരു ഒബ്ജക്റ്റ് ആദ്യം വേണമെങ്കിൽ വരച്ച് വയ്ക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാൻ വ്യൂ പോർട്ടായിട്ട്. ഇനി ഇത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ചെയറാണ് കറക്റ്റായിട്ട് ഇതിൽ സൂം ചെയ്യേണ്ടത്. അപ്പോൾ ചെയർ ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സ്കെയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് 1:10 ആണെങ്കിൽ 1:10 ആണെങ്കിൽ ഇത്രയും വലുതാവും കണ്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും മതി, ഞാൻ അത് സെറ്റ് ചെയ്തു, ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് കുറയ്ക്കണമെങ്കിൽ ഈ രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള ഓരോരോ വ്യൂസും ഞങ്ങൾ ഇതുപോലെ തന്നെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ ഒരു 3 വ്യൂ മാത്രമേ അവിടെ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ, കാരണം ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി ഇത് തന്നെ സപ്പോസ് നമുക്കൊരു ഇറഗുലർ ഷേപ്പും കൂടിയും വേണമെങ്കിൽ അതും കൂടി ഒന്ന് പറയാം. ഒരു ഇറഗുലർ ഷേപ്പിൽ എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനാണ് നമുക്കിവിടെ ഒബ്ജക്റ്റിൽ തന്നെ നമുക്കിവിടെ പോളിഗണൽ വ്യൂ പോർട്ട് ഉണ്ട്. പോളിഗണൽ വ്യൂ പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോസ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിനുള്ളിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ ചെയ്താൽ അത് ഒരു വ്യൂ പോർട്ടായിട്ട് വരും. ഓക്കെ, ഇനി ഇത് തന്നെ ഇപ്പോൾ സപ്പോസ് ഞാൻ ഇതിനെ ഒന്ന് ഒരു കോപ്പി എടുത്ത് വെച്ചു ഇവിടെ. അപ്പോൾ ഇതിന് കോപ്പി എടുത്ത് വെച്ചിട്ട് എനിക്കിനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത്ര ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ ഇത്രയും ഒരു ഏരിയയാണ് എനിക്ക് വേണ്ടത്. ഈ ഒരു ഏരിയ മാത്രമായിട്ട് എനിക്ക് വേണം. അപ്പോൾ വൺസ് നമ്മൾ ചെയ്തത് ഇതിൻ്റെ കേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇതിനൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ റീസൈസ് ചെയ്യാം. പക്ഷെ അതിൽ തന്നെ എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, എനിക്കിപ്പോൾ ഈ ഒരു ഇത്രയും ഏരിയ മാത്രമായിട്ട് മതി, ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ വേണം. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പോളിഗണൽ ഷേപ്പ് കറക്റ്റ് ആദ്യം തന്നെ ഇങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ലിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്കിതിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് അതിന് മുമ്പ് തന്നെ നമ്മൾ സ്കെയിലൊക്കെ ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ സ്കെയിൽ മാറ്റണമെങ്കിൽ വേണമെങ്കിൽ ഇതിനെ നേരെ കൊണ്ടുപോയിട്ട്, അപ്പോൾ ഇത് ലോക്കാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ അൺലോക്ക് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിസ്പ്ലേ ലോക്കോട് ഞാനിവിടെ നോ കൊടുത്തു. അതിനുശേഷം ഒന്ന് ആക്റ്റീവ് ആക്കി. അതിനുശേഷം ഈ ഒരു ഏരിയയാണ് എനിക്ക് വേണ്ടത് കണ്ടോ, ഈ ഒരു ഏരിയ, ഈ ഒരു ഫർണിച്ചറിൻ്റെ ഒരു ഏരിയയാണ് എനിക്കിതിൽ വേണ്ടത്. ഞാനത് ഒന്ന് സൂം ചെയ്തു. ഇതിൻ്റെ സ്കെയിൽ എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കെയിൽ ഞാനിവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ എനിക്കൊരു 1:20 ആണെങ്കിൽ 1:20 ഞാൻ അവിടെ കൊടുത്തു, ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്തു. ഇതിപ്പോൾ നമ്മളിനിപ്പോൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും കണ്ടോ നമുക്ക് റെക്റ്റാങ്കുലർ ഷേപ്പേ കിട്ടുന്നുള്ളൂ അല്ലേ. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിപ്പ് എടുക്കുക, അതിനെ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ക്ലിപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ പിക്ക് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് ഓർത്തോ ഓൺ ചെയ്താൽ നമുക്കിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത്ര ഏരിയ എനിക്ക് ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇത്ര ഏരിയ മാത്രമായിട്ട് എന്ത് ചെയ്തു, ഇതിനൊന്ന് ക്ലിപ്പ് ചെയ്യണം. അപ്പോൾ സ്നാപ്പൊക്കെ വേറെ സ്ഥലത്തൊക്കെ ജമ്പ് ചെയ്യേണ്ടറിയാതെ നമ്മൾ നോക്കാം, അത് ആവശ്യമില്ലെങ്കിൽ അതിനെ ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ സ്നാപ്പ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിടാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പിക്ക് ചെയ്തു അഗെയിൻ.
ഇത് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ട്രാക്ക് ചെയ്യാം. ഞാൻ ഒന്ന് സ്നാപ്പ് ഓണാക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് ഇവിടെ നിന്ന് ട്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ട്രാക്ക് ചെയ്തു. ഇനി ജസ്റ്റ് നമുക്കിതിനൊന്ന് ക്ലോസ് ചെയ്യാം. സോ ഇവിടെ ക്ലോസ് CL എൻ്റർ ചെയ്തു. കണ്ടോ, അപ്പോൾ നമ്മൾ വരച്ച ആ ഒരു ഷേപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു വ്യൂ പോർട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഓൾറെഡി നമ്മളൊരു ഡ്രോയിങ് വരച്ച് അതിൻ്റെ ഉള്ളിൽ വീണ്ടും എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ബൗണ്ടറീസ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ, അതായത് ഇങ്ങനത്തെ റെക്ടാങ്കുലർ ഷേപ്പ്, ഈ ഒരു ഷേപ്പ് ഒന്നും ആവശ്യമില്ലെങ്കിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്താൽ മൊത്തം പോകും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിവിടെ ഒരു ലെയർ, നമ്മുടെ ഹോമിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ലെയർ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഹോം വ്യൂവിൽ പോയാൽ ലെയർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ആകെ 2 ലെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ലെയറും അതുപോലെ തന്നെ 0 ലെയറും ഡിഫോൾട്ടായിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, പുതിയൊരു ലെയർ അവിടെ ക്രിയേറ്റ് ചെയ്യാം. പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാനിപ്പോൾ Alt+N ന്യൂ ലെയർ അവിടെ ക്രിയേറ്റ് ചെയ്തു. അതിന് നമുക്ക് വേണമെങ്കിൽ Viewports എന്നോ എന്തെങ്കിലും ഒരു പേര് ഞാൻ അവിടെ കൊടുത്തു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, ആ ലെയർ നമുക്ക് ഒന്നെങ്കിൽ ഫ്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ ബൗണ്ടറീസൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സർക്കുലർ വേണമെങ്കിൽ അങ്ങനെ നിർത്താം, ഇത് ആവശ്യമില്ലെങ്കിൽ വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം, അതുപോലെ ഇതിനും ആവശ്യമില്ലെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനെ എന്ത് ചെയ്യുക, ആ ഒരു പർട്ടിക്കുലർ ലെയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി, അത് നമുക്ക് എന്ത് കിട്ടും, ഇതുപോലെ ഓഫ് ചെയ്ത് കിട്ടും. ഇതിനും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ അതെനിക്ക് ജസ്റ്റ് ഒരു സർക്കുലർ ഷേപ്പിൽ നിർത്താൻ വേണ്ടിയിട്ട് ഞാനിതിനെ ഓഫ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വ്യൂ പോർട്ടിൻ്റെ ഡിസ്പ്ലേ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ വ്യൂസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണ പോലെ സിംഗിൾ ലൈൻ ടെക്സ്റ്റോ മൾട്ടി ലൈൻ ടെക്സ്റ്റോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വേണമെങ്കിൽ അത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇതിപ്പോൾ സപ്പോസ് എന്താ പറയുക, ഡീറ്റെയിൽഡ് വ്യൂ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയൊക്കെ വേണമെങ്കിലൊക്കെ ടൈപ്പ് ചെയ്യാം. അതിൻ്റെ ഹെഡിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇനി മെയിനായിട്ട് നമ്മളിതിൽ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മളിതിലൊരു ഡയമെൻഷൻ ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇപ്പോൾ നമുക്കൊരു 4 വ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 4 ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ പോലെ ഡയമെൻഷൻ ചെയ്യാനായിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഞാനൊരു ഡയമെൻഷൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ ഡയമെൻഷൻ എന്ത് കിട്ടും, ഇതിൻ്റെ ഏതെങ്കിലും ഏരിയ ഈ വ്യൂ പോർട്ടിലുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ചെയർ തന്നെയാണ് ഇവിടെ കിടക്കുന്ന ചെയറും ഈ ചെയറും. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ സംശയം ഇതിനെ നമ്മൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കണ്ടോ, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് നോക്കുക കണ്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെയും എല്ലായിടത്തും വരും അത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഒരെണ്ണത്തിൽ ഓൾറെഡി നമുക്ക് ഡയമെൻഷൻ കൊടുത്താൽ മതി. അത് തന്നെ നമുക്ക് വീണ്ടും ഇവിടെ തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഡീറ്റെയിൽഡ് വ്യൂവിലാണ് നമ്മൾ അതിൻ്റെ ഡയമെൻഷൻസ് പ്ലേസ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് വീണ്ടും ഇവിടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണണം, ബാക്കിയുള്ള വ്യൂ പോർട്ട്സിൽ നമുക്ക് ഓഫ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യേണ്ടത്, നമ്മളൊരു എത്ര വ്യൂ പോർട്ട് ഉണ്ടോ അത്രയും ഡയമെൻഷൻസ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ലെയർ എടുത്തതിന് ശേഷം ഇപ്പോൾ സപ്പോസ് ഞാനിതിനൊരു പേര് കൊടുത്തു, പുതിയൊരു ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്, Alt+N. അപ്പോൾ ഞാനിവിടെ dim 1 എന്നുള്ള പേരിൽ, ഡയമെൻഷൻ 1 എന്നുള്ള പേരിൽ ഞാൻ ഇവിടെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. അടുത്ത് ഞാനിവിടെ dim 2 എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. അടുത്ത് തന്നെ dim 3 എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഇവിടെ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് dim 4 എന്ന് പറഞ്ഞിട്ട് ഒരു ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ, ഇവിടെ ലെയർ എടുക്കുമ്പോൾ കണ്ടോ, ഇവിടെ സാധാരണ നമുക്ക് ലെയറിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൺ ഓർ ഓഫ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫ്രീസ് ഓർ തോ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് ലോക്ക് ഓർ അൺലോക്കാണ്. പക്ഷേ അതിനിടയിൽ കണ്ടോ ഒരു ഓപ്ഷൻ കണ്ടോ, VP ഫ്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതായത് വ്യൂപോർട്ട് ഫ്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു വ്യൂ പോർട്ടിൽ നമ്മൾ വരച്ചിരിക്കുന്ന ഡയമെൻഷൻസ് അല്ലെങ്കിൽ ആഡ് ചെയ്തിരിക്കുന്ന ഡയമെൻഷൻസ് നമുക്ക് മറ്റേതിൽ നമുക്ക് വിസിബിൾ ആവാത്ത രീതിയിൽ നമുക്ക് ആ ഒരു വിസിബിലിറ്റി കൺട്രോൾ ചെയ്യുന്നത് വ്യൂപോർട്ട് ഫ്രീസ്. അത് നമ്മൾ ലേഔട്ട് എടുക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാത്തപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മോഡലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എന്താ പറയുക, ലെയർ എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ നമുക്ക് ഈ പറഞ്ഞ ആ വ്യൂപോർട്ട് ഫ്രീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നോക്കി മോഡൽ സ്പേസിൽ വരുമ്പോൾ കണ്ടോ ഓൺ ഫ്രീസ് ലോക്ക്. അതേസമയം ലേഔട്ടിൽ വന്ന് നോക്കും, ലേഔട്ടിൽ വന്നിട്ട് ലെയർ എടുത്ത് നോക്കും. അപ്പോൾ വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ VP ഫ്രീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇനി അത് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ എന്ത് ചെയ്യാണ്, ഈ വ്യൂ പോർട്ടിൻ്റെ ഡിസ്പ്ലേ ഒന്ന് ഓൺ ആക്കിയിട്ടാണ്, എനിക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലാണ് എനിക്കൊരു ഡയമെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് സപ്പോസ് ഇത് എൻ്റെ 1, ഇത് 2, ഇത് 3, ഇത് 4 ഇങ്ങനെയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഡയമെൻഷൻ ചെയ്യണമെങ്കിൽ ഇത് ലോക്ക് ചെയ്യേണ്ടായിരിക്കണം. എന്തായാലും ലോക്ക്ഡ് ആണോ എന്ന് നോക്കാം. ലോക്ക്ഡ് അല്ല, S കൊടുക്കാം. ഇനി ഇതിനെന്ത് ചെയ്യണം, ഡബിൾ ക്ലിക്ക് ചെയ്യുക. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്കെയിലൊക്കെ മാറിപ്പോവും, മീൻസ് എന്താ പറയുക, നമ്മുടെ സെറ്റിങ്സ് മാറിപ്പോവും. അപ്പോൾ ഇത് ആക്റ്റീവ് ആക്കിയിട്ട് വേണം എപ്പോഴും നമ്മൾ ഡയമെൻഷൻ ചെയ്യാൻ. അപ്പോൾ എനിക്കിവിടെ ഡയമെൻഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേഡിയസും ഇതിൻ്റെ ലെങ്ത്തൊക്കെയാണ്.
അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഞാൻ ഡയമെൻഷൻ ടൂലാണ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡയമെൻഷൻ ടൂലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫ്രീസ് ചെയ്യേണ്ട, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡയമെൻഷൻ ടൂ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. ഇത് ഞാനിവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഡയമെൻഷൻ എടുത്തു. ഡയമെൻഷനിൽ നമ്മളിവിടെ ഇപ്പോൾ സപ്പോസ് റേഡിയസ് ആണെങ്കിൽ ഞാൻ ഇവിടെ റേഡിയസ് ജസ്റ്റ് ഇവിടെ റേഡിയസ് പിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെയറിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ ആയതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് നമുക്ക് കാണുന്നില്ല. കാരണം ഇതിൻ്റെ ഒരു കോപ്പി എടുത്തുകൊണ്ട് ഡീഫോൾട്ടായിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഇത്രയും ഡയമെൻഷൻ ഇത്രയും വരെ സെലക്ട് ചെയ്തു. ഇതിൻ്റെ കളർ ഞാനൊന്ന് മാറ്റാണ്. ഇതിപ്പോൾ സപ്പോസ് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് തന്നെ കൊടുത്തേക്കാം, ആയിരിക്കും നല്ലത്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കളർ ഞാൻ ഇവിടെ കൊടുത്തു. സോ ഈ ഒരു ഓക്കെ, ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ ഓക്കെ പറഞ്ഞു, ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, 255. ഇത്രയും ലെയേഴ്സ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് കളർ ഇതാണ് വരുന്നത്, ഈ കളറിനെ കൊടുത്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഡയമെൻഷൻ ചെയ്ത് പോകേണ്ടത്, നമുക്ക് ഈ ഡയമെൻഷൻ വന്നിട്ടുണ്ട്, പക്ഷേ അത് അത്രയും കണ്ട് വിസിബിൾ അല്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയമെൻഷൻ സ്റ്റൈൽ പഠിച്ചതാണ്. ഈ ഡയമെൻഷൻ സ്റ്റൈൽ എടുത്തിട്ട് പിന്നെ മോഡിഫൈ ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഫിറ്റ് ഓപ്ഷനിൽ ഇവിടെ സ്കെയിൽ ഡയമെൻഷൻസ് ടു ലേ ഔട്ട് കൊടുക്കുക. ജസ്റ്റ് ഇവിടെ ഓക്കെ പറയാം, ക്ലോസ് ചെയ്യാം. എന്നിട്ട് കണ്ടോ, അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഒരു ലേ ഔട്ടിൻ്റെ പ്രൊപ്പോർഷനേറ്റായിട്ട് നമ്മുടെ സ്കെയിൽ വന്നിട്ടുണ്ടായിരിക്കും ഈ നമ്മുടെ ഡയമെൻഷൻസിന്. അതല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കെയിലിൽ പോയിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ സ്കെയിൽ മാറ്റി ഓവറോൾ സ്കെയിൽ എന്നുള്ളത് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് മാറ്റി കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഡയമെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾ കാണാൻ പറ്റും. കണ്ടോ, ആ ഡയമെൻഷൻ ഇവിടെ വന്നിട്ടുണ്ട്. സെയിം ഡയമെൻഷൻ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ഡയമെൻഷൻ നമുക്ക് ഇവിടെ ഒരു ഏരിയ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കാണുന്നില്ല. അത് നമുക്കിവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ലോക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കും, മേ ബി അതുകൊണ്ട് അറിയാൻ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എനിവേ ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് അതിപ്പോൾ നമ്മുടെ ഇതൊന്ന് ലോക്കായി പോയി, അറിയാതെ ഞാനിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഇത് പോയതാണ്. അപ്പോൾ എനിവേ ആ ഒരു വ്യൂ നമ്മളൊന്നും കൂടി ഒന്ന് റിട്രീവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എന്തായാലും തൽക്കാലം ഞാൻ ഈ ഒരു വ്യൂ ഞങ്ങൾ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു 3 മാത്രം നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും അടുത്തൊരു ഡയമെൻഷൻ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുകയാണ്. ഡയമെൻഷൻ എടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഒരു റേഡിയൽ ഡയമെൻഷൻ ഇവിടെ ഞാൻ കൊടുത്തു. കണ്ടോ, ഇതിൻ്റെ റേഡിയസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡയമെൻഷൻ ചെയ്തു. ഓക്കെ, ഇനി അതുപോലെ തന്നെ എനിക്കൊരു ലീനിയർ ഡയമെൻഷൻ ഞാൻ ഇവിടെ ചെയ്യുകയാണ്. സോ ഇവിടെ ഒരു ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ ഇവിടെ കൊടുത്തു. ആ സെയിം തന്നെ ഈ ഒരു ലെങ്ത്ത് ഞാനിവിടെ ഡയമെൻഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും ഡയമെൻഷൻസ് ഇവിടെ കാണുന്നുണ്ട്. അത് ഞാൻ ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ ഡയമെൻഷൻ 2 എന്ന് പറഞ്ഞ ലെയറിലാണ്. പക്ഷെ അത് എനിക്ക് ഇവിടെ കാണണ്ട. അപ്പോൾ ഇവിടെ കാണണ്ടെന്നുണ്ടെങ്കിൽ അതിലെല്ലാം ലോക്ക്ഡ് ആണെന്ന് നോക്കാം. അതിൽ നേരത്തെ നമ്മളിവിടെ സെറ്റിങ്സ് പോയ പോലെ സെറ്റിങ്സ് പോകും. അപ്പോൾ ഡിസ്പ്ലേ ലോക്ക്ഡ് എസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡയമെൻഷൻ എനിക്കിതിൽ വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലാണോ വേണ്ടാത്തത് അത് ആക്റ്റീവ് ആക്കാം. അതിനുശേഷം ഏത് ലെയറിൽ ചെയ്താണ് നമുക്കിവിടെ ഓഫ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡയമെൻഷൻ 2ലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആ ഡയമെൻഷൻ 2 എനിക്കിതിൽ കാണിക്കേണ്ട. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തേർഡ് ഒരു ഓപ്ഷനായിട്ട് വരും, VP ഫ്രീസ്. നമുക്കുണ്ട് വ്യൂപോർട്ട് ഫ്രീസ്, അതായത് ഫ്രീസ് ഓർ തോ ഇൻ കറണ്ട് വ്യൂപോർട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആക്റ്റീവ് ആക്കിയതിന് ശേഷം ചെയ്യാൻ വന്നത്. അപ്പോൾ കറണ്ട് വ്യൂപോർട്ടിൽ എനിക്ക് എന്ത് ചെയ്യേണ്ടതിനെ ഫ്രീസ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളിവിടെ പിക്ക് ചെയ്യേണ്ടത്. കണ്ടോ, അപ്പോൾ ഇത് പോയി ഡീആക്ടിവേറ്റ് ചെയ്യുക, പുറത്ത് പിക്ക് ചെയ്തിട്ട്. പക്ഷേ ഇവിടെ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് തന്നെ നമ്മൾ ഇവിടെയും റിപ്പീറ്റ് ചെയ്യുക. ഒന്ന് എന്ത് ചെയ്യുക, കണ്ടോ ഇവിടെ നിൽക്കുന്നുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വ്യൂപോർട്ട് നമുക്കിവിടെ ആക്റ്റീവ് ആയി കിട്ടും. വീണ്ടും ഒന്നും കൂടി എന്ത് ചെയ്യാം, അതിലും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 എന്ന് പറഞ്ഞ ലെയറിനെ ഫ്രീസ് ചെയ്യുക. ഓക്കെ, ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോന്നും ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് എന്തിനെ പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് ചെയ്തതിന് ശേഷം ലേ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്താൽ മതി, വേറെ ഒന്നുമില്ല. ജസ്റ്റ് പ്രിവ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ ഇതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്കിതിനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. ഞാൻ ഈ ഒരു സെഷനോട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും